Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah, wassalatu wassalamu ala rasulil amin wa ala alihi wasahbihi ajma'in. സിറുൽ ഫാത്തിഹ അല്ലെങ്കിൽ ഫാത്തിഹയുടെ രഹസ്യം. സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യം എന്ന് പറയുന്നത് എത്രാമത്തെ ആയത്താണ്? 5-ാമത്തെ ആയത്ത്. ഏതാണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതാണ് നമ്മൾ ഇന്നലെ വിശദീകരിച്ചത്. ഇയ്യാക നഅ്ബുദു. ഇതിൽ ഇന്നലെ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞൊരു വിഷയം എന്താണ്? ആരാധനയിൽ പെട്ടതാണ് എന്തോന്ന്? സ്വലാത്ത്, റുക്കൂ, സുജൂദ്, അതുപോലെ നദർ, ഖൗഫ്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് എന്തോന്ന്? ദുആ. ദുആ. ഈ ദുആ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എടുത്തു നോക്കിയാൽ ആരിലേക്കാണ്? അല്ലാഹുവിലേക്ക്. അത് റബ്ബ് അല്ലാത്തവരിലേക്ക് തിരിയുന്നത് എവിടെയാണ്? ഏത് മാലയിലാണ്? ബദർ മാലയിൽ. അതാണ് ഇന്നലെ ഈ ബുക്ക് കാണിച്ചിട്ട് നമ്മൾ വിശദീകരിച്ചു. നമ്മൾ ഒരു 25 മണിക്കൂർ പ്രഭാഷണം കേൾക്കുന്നതിന് കാര്യമില്ല. ടേണിംഗ് പോയിന്റ് എവിടെയെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഇന്നലത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് തൗഹീദ് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് ആണ് ഇന്നലത്തെ. നമ്മൾ ഒരു 20 മണിക്കൂർ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ പ്രഭാഷണം കേൾക്കുന്നതിലും എവിടെയാണ് നമ്മുടെ മനുഷ്യരെ അല്ലെങ്കിൽ പുരോഹിതന്മാർ നമ്മൾ ടേണിംഗ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള പോയിന്റാണ് ഇന്നലെ വിശദീകരിച്ചത്. അതുകൊണ്ട് അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ബദർ മാലയിൽ ഇന്നലെ നമ്മൾ വിശദീകരിച്ച അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, റബ്ബല്ലാത്തവരോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വരി തന്നെ ഉണ്ട്. അതെന്തിനാണ് അത് വിശദീകരിച്ച് തന്നെന്ന് പറഞ്ഞാല്, റബ്ബല്ലാത്തവരിലേക്ക് ദുആ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പരലോകം നഷ്ടപ്പെടും. പരലോകം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ വാക്ക് ആ വചനത്തില് നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയം. നസ്തഈൻ എന്നിങ്ങനെ എഴുതുമ്പോൾ നസ്തഈനു എന്നല്ലേ കിടക്കുന്നത്? നോക്ക്, ഫാത്തിഹ നോക്ക്. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ആക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? സുക്കൂൺ കൊടുക്കും, അല്ലെ? അത് താൽക്കാലികമായിട്ട് കൊടുക്കുന്ന, ടെമ്പററി ആയിട്ട് കൊടുക്കുന്ന സുക്കൂൺ, അല്ലെങ്കിൽ നസ്തഈനു. താൽക്കാലികമായി സുക്കൂൺ കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ വരും നസ്തഈൻ. ഇവിടെ എന്താണ്? വലിയ സുക്കൂനാണ്. ഇങ്ങനെ രണ്ട് സുക്കൂൻ ഇങ്ങനെ അടുപ്പിച്ചു വരും. ഇങ്ങനെ വരുന്ന സ്ഥലത്താണ് മദ്ദുൽ ആരിൽ. അത് താൽക്കാലികമായിട്ട് എന്ത് ചെയ്യണം? വരുന്ന മദ്, ഈ സുക്കൂൻ വരുന്ന പറയുന്ന പേരാണ് മദ്ദുൽ ആരിൽ. അപ്പൊ ഇവിടെ എന്താ ചെയ്യണം? നമ്മൾ നിർത്തുമ്പോ, ഇവിടെ ഓതി നിർത്തുമ്പോൾ 6 അർഫിന്റെ ടൈം ഇവിടെ വരും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇവിടെ നീട്ടാനുള്ള കാരണം എന്താ? ഇവിടെ ലാസ്റ്റ് സുക്കൂൻ കൊടുത്ത് നിർത്തണം. ഇപ്പുറത്ത് സുക്കൂനാണ്. അങ്ങനെ വരുമ്പോഴാണ് 6 അർഫ് ഇവിടെ നീട്ടി നിർത്തുന്നത്. അതുകൊണ്ടാണ് ഈ സൂറത്തുൽ ഫാത്തിഹ ജോയിന്റ് ആയി ഓതാൻ പാടില്ലെന്ന് പറഞ്ഞത്. ഈ അറബിലൊക്കെ നിങ്ങൾ നമ്മളങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കണ്ട. ബേസിക് ആയിട്ട് ഈ സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ആയത്ത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി നിർത്തിയാക്കും. കാരണം ഇവിടെ മദ്ദുൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അങ്ങനെ ഓതിയാൽ എന്തായി? ഇവിടുത്തെ ഈ നിയമം പോയി. ഇവിടുത്തെ നിയമം വരുന്നില്ല. ഇവിടെ എത്ര നിർത്തണം? 6 ഹർഫിന്റെ ടൈം കൂടെ നിർത്തണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
അതിവിടെ വരാനുള്ള കാരണം നസ്തഈനു എന്നാണ്. നിർത്തുമ്പോൾ താൽക്കാലിക സുക്കൂൻ ഉപയോഗിച്ചു. അപ്പൊ രണ്ട് സുക്കൂൻ അടുത്ത് വരുന്നു. അപ്പൊ മധ്യ ആലു എന്ന് പറഞ്ഞ നിയമം ഇവിടെ പ്രാവർത്തികമാണ്. അതതിന്റെ ഓത്തിന്റെ നിയമം. നമ്മൾ പറഞ്ഞത് നസ്തഈൻ എന്ന് പറയുന്ന സഹായം എന്നുള്ള പദം അത് നിങ്ങൾ ഇപ്പൊ എഴുതി. അതിങ്ങനെയാണ് എന്റെ ഈ പദം എഴുതി. എങ്ങനെയാണ് ഈ പദം ഉണ്ടാകുന്നത് നോക്കണം. ഐന് വാവും ഔൻ. That means help എന്നർത്ഥം. ഇതിൽ നിന്നാണ് ഈ പദം ഉണ്ടാകുന്നത്. നമുക്ക് പഠിക്കാം. അള്ളാഹുവിന്റെ സഹായം തേടുന്നതിനുള്ള ഹെൽപ്പ് ഏതാണ്? ഐന് വാവും ഔൻ. ഔൻ ഐന് നീട്ടി പറഞ്ഞില്ല. ഔൻ എഴുതാൻ മനസ്സിലായത്? ഇത് സെപ്പറേറ്റ് ആയി എഴുതാൻ ഇങ്ങനെ വരും. ഐന് വാവ് നൂൺ അല്ലേ? ഈ ഐൻ ജോയിന്റ് ആക്കുമ്പോൾ എങ്ങനെ വരുന്നത്? ജോയിന്റ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഈ ഐൻ ഇങ്ങനെ വരുന്നത് ജോയിന്റ്. അങ്ങനെയാണ് ഈ ഐൻ ഇവിടെ വരുന്നത്. എന്താ അർത്ഥം? സഹായം. ഇതിപ്പോ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങള് സുഹൃത്ത് ബക്കറ 45 ആയത് നമ്പർ 45 സെയിം ഒരു ആയത് നമ്പർ 45. അൽബക്കർ രണ്ടാമത്തെ സുഹൃത്തിൽ നിന്ന് എത്ര താഴ്ത്തിരിക്കണം? 45 45ാമത്തെ ആയത്. ഒന്നെടുത്ത് കൊടുക്കും മോനെ. അവിടെ മനസ്സിലായി? നമ്മൾ ഏതാ പഠിക്കണം? ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു, അള്ളാഹുവിന് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞില്ലേ? ആ സഹായം തേടുന്ന ഒരു വിഷയമാണ് ഏത് ആയത്തിൽ പറയുന്നത്? ബക്കറ എത്രാമത്തെ ആയത്? നമ്മുടെ മൈൻഡിൽ പറഞ്ഞു 45ാമത്തെ ആയത്. ഇനി ആയത്ത് പോകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. ഉച്ചരിക്കട്ടെ. നിർത്തുമ്പോ അവിടെ ജായിസ് ഉണ്ട്, നിർത്താം. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. എന്ത് പറയും? എന്ന് പറയുന്ന പോലെ നിർത്താം. നോനിനെ ശബ്ദ ഉണ്ടെങ്കിൽ ഗുന്നത്ത് രാഗം കൊടുത്ത് തന്നെ പഠിക്കണം. ലഭിച്ചില്ലേ? കിട്ടിയില്ലേ? കൈവച്ചിട്ടോ? നിങ്ങൾ സഹായം തേടണേ. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടണം. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? സബർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും. സബർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും. അത് വൈനഹ എന്ന് പറയുന്നത് ആ സ്വലാത്ത്. ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഇല്ലാ അല്ലാന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ് ആണ്. ഖാശിഈൻ എന്ന് പറഞ്ഞാൽ ഭക്തിയുള്ളവർ. ഭക്തി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഭാരമായി, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഏത്? ഈ ഭയഭക്തി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് വളരെ ഭാരമായിട്ട് തോന്നും. ഈ നമസ്കാരം കൊണ്ട് സഹായം തേടുക എന്ന് പറഞ്ഞ വിഷയം മനസ്സിലായ? അപ്പൊ ആയത്ത് 3
واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കൊണ്ട് സഹായം തേടിയ ഒരു സാഹചര്യം നമ്മുടെ മനസ്സിലേക്കൊന്ന് നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രധാന യുദ്ധം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു സഹായം തേടാൻ വേണ്ടി നമസ്കരിച്ചു. ഏത് നമസ്കാരമാണ്? ഏത് യുദ്ധമാണ്? ഒരു യുദ്ധത്തിന് ശേഷം ബദറില് തൊട്ടു മുമ്പ് എന്തായിരുന്നു? ദുആയാണ്. അത് മനസ്സിലായി. ബദർ യുദ്ധത്തിന് തൊട്ടു മുമ്പ് അള്ളാഹുവോട് ദുആ ചെയ്തതായിട്ടാണ്. ബദർ യുദ്ധത്തിന് ശേഷമല്ല, ഉഹദ് യുദ്ധമില്ലേ? മുസ്ലിങ്ങൾ കുറെ അനുസരണക്കേട് പോലെ സംഭവിച്ചു. അനുസരണം അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുസരണത്തിൽ ഒരു ചെറിയ പിഴവ് സംഭവിച്ചത് കൊണ്ട് സംഭവിച്ചതാണ് ചെറിയൊരു പരാജയം പോലെ. അതൊരു പാഠത്തിന് വേണ്ടിയാണ്, ലോകത്തുള്ള എല്ലാവർക്കും ഒരു പാഠം ലഭിക്കാൻ വേണ്ടിയാണ്. നേതാക്കളെ അനുസരിച്ചില്ലെങ്കിലുണ്ട് അതൊരു പാഠത്തിന്. ഇനി നമുക്ക് ഉഹദിന് ശേഷം അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? നമസ്കാരം ചെയ്ത് സഹായം തരുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഇമാം ഖുർത്തുബി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമ നൂറ്റാണ്ടില് 1214 ജനിച്ചതാണ് ഹിജ്റ. അത്രയും അല്ല 1100 അല്ല 114 ഹിജ്റ ആയിരല്ല 114 ഉത്തമ നൂറ്റാണ്ടിലുള്ളതാണ് ഇമാം ഖുർത്തുബി. അപ്പൊ ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ ഈ സബറിന്റെ വിഷയത്തിൽ ഫസ്റ്റ് പറയുന്നത്, ന്യായത്തിന്റെ തഫ്സീറിൽ സബറിന്റെ വിഷയത്തിൽ ഫസ്റ്റ് പറയുന്നത് സൗമാണ്, സിയാമാണ്. എന്താണ് സൗം? നോമ്പ്. ഇപ്പൊ വിവാഹം കഴിക്കാതെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് സബർ അതുപോലെ വേറെ എന്ത് കൺട്രോൾ കിട്ടണമെങ്കിൽ തീർത്താൻ വേണ്ടി നോമ്പെടുത്താൽ മതി. ഈ കാലഘട്ടത്തിൽ ഈ വ്യാഴാഴ്ചയും അതുപോലെ ഈ സുന്നത്ത് നോമ്പുണ്ട്, തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഒരു സബറിനുള്ള മാർഗമാണ്. ഇപ്പൊ മനുഷ്യർക്ക് സബറില്ല, ചെറുപ്പക്കാർക്കൊന്നും. അത് കൺട്രോൾ കിട്ടാൻ എന്ത് ചെയ്യണം? ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല മറുപടി എവിടെ? കൗൺസിലിംഗിന് പോകുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ സുന്നത്ത് നോമ്പ് എടുത്താൽ മതിയോ? രണ്ടാമത് പറഞ്ഞത് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് സ്വലാത്തിന്റെ വിഷയത്തിൽ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹയുടെ ആ വചനം നമ്മൾ എഴുതിയെടുക്കണം. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറാണ് ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടി. ഇജ്അലു സ്വലാത്ത ഔനൻ ലക്കും. ഇതൊക്കെ നമ്മൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പഠിക്കുന്ന, നമ്മൾ അറബി കോളേജിലൊക്കെ പോയി പഠിക്കുന്നതിന് തുല്യമാണ്. ഇജ്അലു സ്വലാത്ത ഔനൻ ലക്കും. നമ്മൾ ഔനെന്ന് പഠിച്ചില്ലേ? ഹെൽപ്പ്. നിങ്ങൾ ഇജ്അലു സ്വലാത്തിനെ ആക്കി മാറ്റുക ഔനൻ ലക്കും. ഔനെന്ന് പറഞ്ഞാൽ ഹെൽപ്പ്, നിങ്ങൾക്കൊരു സഹായമാക്കി മാറ്റണം നിങ്ങളുടെ സ്വലാത്ത്. ഇജ്അലു make the prayer a source of help for yourself. നിങ്ങൾ എന്താക്കി മാറ്റണം? നമസ്കാരത്തെ നിങ്ങളുടെ ഒരു സഹായമാക്കി മാറ്റണം. ഇമാം ഖുർത്തുബി പറയും. ഇത്ര എഴുതിയ ഇതൊക്കെ എഴുതി വെക്കണം കേട്ടോ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവാണ്. എന്താണ്? നമ്മൾ ഈ പരിഭാഷ പോലെയല്ല ഇവിടെ ഇരിക്കുന്ന കന്നഡ പരിഭാഷ, മലയാളം പരിഭാഷ പോലെയല്ല കേട്ടാ. ഇത് അറബിയിൽ തന്നെ ഇജ്അലു സ്വലാത്ത്. കുറച്ചെങ്കിലും നമ്മളിങ്ങനെ പഠിച്ചാലേ നമ്മുടെ അടുത്ത തലമുറ എന്താക്കുള്ളൂ. ഷാദ് ഇത്ര ഇപ്പൊ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറ തഫ്സീർ ക്ലിയർ ആയിട്ട് പഠിക്കണം. മനസ്സിലായോ? അപ്പൊ ഇത് നമ്മളിങ്ങനെ തുടങ്ങി വെക്കണം. അപ്പൊ അടുത്ത തലമുറ അടുത്ത സ്റ്റാർട്ടിങ് ഇങ്ങനെ ഖുർആൻ പഠിക്കുന്നു. ഇത് വായിക്കും. ഇത് നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ പഠിക്കും കിട്ടും. ഇവിടെ എന്തായാലും അയ്യ വരുമല്ലോ. 1, 2, 3ാമത്തെ ഹർഫിന് ഫത്തവ കസറായി ഇവിടെ എന്ത് വരത്തുള്ളൂ? കസറേ വരത്തുള്ളൂ. ഇവിടെ ലൊമ്മാണെങ്കിൽ മാത്രമേ ഇവിടെ ഊന്ന് വായിക്കത്തുള്ളൂ. 1, 2, 3ാമത്തെ ഇവിടെ ലൊമ്മാണെങ്കിൽ മാത്രമേ ഇവിടെ ഊ വായിക്കത്തുള്ളൂ. അല്ലെങ്കിൽ മൊത്തം
അവിടെ 1, 2, 3 കണ്ട ഫത്തായത് കൊണ്ടാണ് ഇവിടെ ഈ വരുന്നത്. അങ്ങനെ ഇതൊക്കെ നമുക്ക് ഇൻഷാല്ലാഹ് നൗൽ പഠിക്കും. ഇജ്അലു സ്വലാത്ത ഔനൻ ലക്കും. എന്തുകൊണ്ട് ഇത്ര ഇതില് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയണം, സ്വലാത്തിന്റെ വിഷയമാണ് കേട്ടാ. എന്താ പറയണത്? അല്ലാഹുവോട് നിങ്ങൾ സബ്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും സഹായം ചെയ്യണേ. ഇജ്അലു സ്വലാത്ത ഔനൻ ലക്കും. എന്തുകൊണ്ടെന്നാൽ ബാക്കി ലാമലിഫിട്ട് എഴുതണം. ലാമലിഫ് എഴുതണം എങ്ങനെ ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും. ഇവിടെ ഇത് ലി അന്ന. എന്തുകൊണ്ടെന്നാൽ لأن فيها എന്ന് പറഞ്ഞാൽ ആ നമസ്കാരം കേട്ടാ. എങ്ങനെ എഴുതണം? മുനാജാത്ത ഫിഹാ മുനാജാത്തല്ലാഹ്. ഫിഹാ മുനാജത്തൻ ലില്ലാഹ്. അതിലെന്തുണ്ട്? മുനാജാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുനാജാത്ത് നമ്മള് മീറ്റാകുന്നില്ലേ, കണ്ടുമുട്ടും. അള്ളാഹുമായിട്ട് കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ അള്ളാഹുമായിട്ടുള്ള ഒരു സംസാരമാണെന്തോന്നു, സംഭാഷണമാണെന്തോന്നു നമാസ്. ആ നമസ്കാരത്തിൽ അള്ളാഹു സ്വലാത്തൻ ഔനല്ലേ, അതിൽ നമ്മൾ അള്ളാഹുവോട് സഹായം തേടുന്ന രീതിയിലാക്കണം എന്ന് ഇമാം ഖുർത്തുബി പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അത് അള്ളാഹുവായിട്ടുള്ള മുനാജാത്താണ്. മനസ്സിലായോ? ഇതാണ് ആര് പറയുന്നത്? ഇമാം ഖുർത്തുബി എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് മനുഷ്യന് എന്തെങ്കിലും വിഷയം വന്നാല് യാ മൊയ്യുദി, യാ ബദരീങ്ങളെ, യാ ഉള്ളാത്തങ്ങളെ വിളിക്കാനുള്ള കാരണം എന്താ? ഇതൊന്നും അറിയില്ല. മനുഷ്യരെ വിളിച്ചു വിളിക്കും. മനുഷ്യരെത്ര ശ്രേഷ്ഠതായിക്കോട്ടെ, അവരൊക്കെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയി അവരുടെ കർമ്മങ്ങൾ മാത്രമാണ് അവരെ വിജയിപ്പിക്കുന്നത്. ഇത് നമ്മുടെ കർമ്മങ്ങൾ എന്തുണ്ടാകണം? സ്വഹാബത്ത് ഇതുപോലെ പഠിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇതുപോലെ തഫ്സീർ പഠിച്ചിട്ട് ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അള്ളാഹു പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിശ്വാസങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്നലെ എടുത്ത ഇതിലെ ഈ മാലയുടെ വിഷയം, ബദർമാലയുടെ വിഷയം, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം. ടേണിംഗ് പോയിന്റ് ആണ് ഇന്നലെ പറഞ്ഞ ക്ലാസ്. അതുപോലെ ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് സഹായം മഹാന്മാരായ പണ്ഡിതന്മാർ തേടിയത്, ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ ഇവിടെ ഗ്രന്ഥമുണ്ട്, അൽഫിയ എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്. അതിൽ ഇപ്പോഴുള്ള ആൾക്കാരല്ല, ഉത്തമരായിട്ടുള്ള തലമുറ അള്ളാഹുവോട് സഹായം തേടിയ വിഷയം നാളത്തെ ക്ലാസ്സിൽ ഞാൻ ഗ്രന്ഥം വെച്ചിട്ട് കാണിച്ചു തരാം. അള്ളാഹു നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് പുറത്തു കൊടുക്കുമാറാകട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ